ചേറുമണക്കും കർഷകനെ നാം ചേറുകണക്കെ കാണുന്നല്ലോ. കർഷകനില്ലേൽ കൃഷിയതുമില്ല, കാര്യം പട്ടിണിയാകും നമ്മൾ. മറുനാട്ടിൽ നിന്നരി വന്നില്ലേ, പട്ടിണിയാകും നമ്മുടെ നാടും. പയറും പലവിധ പല വ്യഞ്ജനവും വന്നേ തീരൂ വെളിയിൽ നിന്നും. കൃഷി ചെയ്യാനൊരു മോഹം വന്നാൽ വിലയതുമില്ല വിളകൾക്കൊന്നും. കൂലി കൊടുത്തതു ചെയ്യാനാണേൽ മുതലാകില്ല കർഷകനൊട്ടും. കർഷകക്ഷേമം ലക്ഷ്യമതാക്കി പദ്ധതി പലവിധമുണ്ടീ നാട്ടിൽ. ഉദ്യോഗസ്ഥനു ക്ഷേമം തന്നെ, കർഷകനെന്നും പട്ടിണി മാത്രം. ബാങ്കിൽ നിന്നൊരു ലോണുണ്ടായാൽ ജപ്തിയിലവസാനിക്കും നൂനം. വീടും വസ്തുവും നഷ്ടപ്പെട്ടവൻ മരണമതേറ്റു മടങ്ങിയിടുന്നു. വിളവതു സുലഭം ലഭ്യമതായാൽ വാങ്ങാനാളിൽ നിന്നൊരു ദോഷം. വിളവതു വേഗം പാഴായി പോകും, വേഗം വിറ്റു തുലച്ചേ തീരും. ഇതു മുതലാക്കും ഇടനിലക്കാരും ലാഭം അമിതമതുണ്ടാക്കിയിടും. അധ്വാനിക്കും കർഷകനോ വെറും കഷ്ടപ്പാടും കണ്ണീരുമതും. മണ്ണറിയാത്തവരോരോ വിധമായി അംഗീകാരം നേടിയിടുമ്പോൾ അന്നം തരുമൊരു കർഷകനെവിടെ, അവനെ ആരും തിരിച്ചറിയില്ല. വിളവതു സുലഭം കിട്ടിയിടുമ്പോൾ വിളവതു പാഴായി പോയിടാതെ മൂല്യം വർദ്ധിപ്പിച്ചിടാനായി എന്തേ പദ്ധതിയൊന്നും വേണ്ടേ? വർദ്ധിത മൂല്യവുമായി പലതരം ഉൽപ്പന്നങ്ങളതുണ്ടാക്കിയിടിൽ. വിളവതു പാഴായി പോയിടില്ല, കർഷകനും അതു ലാഭം മാത്രം. നാട്ടിൽ പലവിധ വികസനമുണ്ട്, വേണ്ടതു തന്നെ എല്ലാം ഇവിടെ. എന്നാൽ നമ്മുടെ വയറു നിറയ്ക്കും കർഷകനൊപ്പം